വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ ചാനലിൽ. ഇത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ മാത്രം ഉള്ളതൊന്നും ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരു ടയേർഡായിട്ടുള്ള ഒരു ലേസി ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു വന്നാൽ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഭയങ്കര എടുക്കാമെന്നുള്ള രീതിയിൽ മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫോൺ എനിക്ക് പണി തന്നത്. അതിപ്പം ഞാൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാം എന്താ സംഭവം എന്നുള്ളത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഒരു കസിനും പണി കിട്ടി. പിന്നെ അതിൻ്റെ പുറകെ പോയ കാരണം കുറേ വീഡിയോസൊക്കെ എൻ്റെ അകത്ത് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ സാധാരണ മോർണിംഗ് എഴുന്നേൽക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഓർത്തു നേരത്തെ ഒന്ന് എഴുന്നേറ്റ് പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് 1 വീക്കായിട്ട് ഞാനൊരു 6 മണിക്കൊക്കെ ഇപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ അമ്മയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ചില ദിവസങ്ങളിൽ ട്യൂഷൻ ഉണ്ടാവും രാവിലെ. അപ്പം ട്യൂഷൻ്റെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പുറകെ പോകും. ഇന്നിപ്പം ട്യൂഷനും കാര്യങ്ങളും ഒന്നുമില്ല. അമ്മയെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്തുമില്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ഞാൻ ഓർത്തൊന്ന് റിഫ്രഷ് ആകാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടിയതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. സ്കിൻ കെയർ സാധാരണ ചെയ്യുന്നതാണ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ്. പക്ഷേ ഇന്ന് ഞാൻ കുളിക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല, ഫേസ് വാഷും ചെയ്തില്ല. ജസ്റ്റ് അല്ലാതെ വെള്ളം ഒഴിച്ച് കഴുകിയത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് സെറ്റൊക്കെ ആയതിന് ശേഷം താഴെ ഇറങ്ങി വന്നിട്ട് രാവിലെ ഒരു കാപ്പി കുടിക്കുന്ന പതിവുണ്ട്, ഒരു ബ്ലാക്ക് കോഫി കുടിക്കുന്ന പതിവുണ്ട്. വീട്ടിലെല്ലാവർക്കും ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പം ഞാനും മധുരമൊന്നും എടുത്തില്ല, ജസ്റ്റ് കോഫി ആയിട്ട് മാത്രം എടുത്തിട്ട് കോഫി ഒന്ന് കുടിക്കും. അത് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ടാണ് കുടിക്കുന്നത്. അപ്പം ആ ഒരു ടൈമൊക്കെ ആയപ്പം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പെതുക്കെ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം ആയപ്പോഴത്തേക്ക് ഇന്നലെ വാങ്ങിച്ച പൊറോട്ട ഉണ്ടായിരുന്നു. അത് കാരണം അത് ചൂടാക്കിയെടുത്തു. ഇപ്പോൾ 50 നോമ്പ് നടക്കുകയാണ്. അത് കാരണം ഞാൻ നോമ്പെടുക്കുന്നുണ്ട്. ചിക്കനും മീറ്റും അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല. അപ്പം അമ്മ കോളിഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ വെച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്ന കറി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ആ കോളിഫ്ലവർ കറിയും പൊറോട്ടയൊക്കെ ആയിട്ട് രാവിലെ ഞാൻ കഴിച്ചത്. അന്നേരം അമ്മ ചായ എടുത്ത് തന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ടയേർഡാണ്, അപ്പോൾ എനിക്കൊരു ജിഞ്ചർ ഏലക്കായും ഒക്കെ ഇട്ട് ചായ വേണമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് അപ്പം ചൂടുവെള്ളം കൊടുക്കണം. അപ്പോൾ അമ്മച്ചിക്ക് ഒരു മെഷർമെൻറ്റ് പോലുള്ള 2 ബോട്ടിൽസ് ഉണ്ട് 1 ലിറ്ററിൻ്റെ. അപ്പം വലിയ ലിറ്റർ ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് വെള്ളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചെൻ്റെ റൂമിൽ വന്നതിന് ശേഷം ഞാൻ ഓർത്തു ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാൻ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കരിഞ്ജീരകത്തിൻ്റെ എണ്ണ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതൊന്ന് തേച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ എപ്പോഴും അങ്ങനെ എണ്ണ തേച്ച് എപ്പോഴും തല കഴുകുന്ന ഒരു പേഴ്സൺ അല്ല. ഇടവിട്ടാണ് തല കഴുകുന്നത്. അതേപോലെ എണ്ണ എപ്പോഴും തേക്കാറില്ല ഞാൻ. സാധാരണ 1 വീക്കിൽ ഒരു തവണയോ 2 തവണയൊക്കെ തേച്ചാലായി. ഇല്ലെങ്കിൽ ഞാനങ്ങനെ എണ്ണ തേക്കുന്ന അധികം പതിവില്ല. അപ്പം ഇപ്പോഴാണെങ്കിൽ മുടിയൊക്കെ ഇടയ്ക്ക് വെട്ടിയ കാരണം ഇപ്പം മുടിയൊക്കെ ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്നൊക്കെ ഉണ്ട്. അപ്പം പൊഴിയുന്ന കാരണമാണ് മുടി വെട്ടിയത്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഇപ്പം നേരത്തേതിനെക്കാട്ടി വ്യത്യാസമുണ്ട്, എന്നാലും പൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തൊന്ന് ഹെയർ കെയർ ഒക്കെ ചെയ്യാം, ഒന്ന് റിഫ്രഷ് ആകാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ മുടിയൊക്കെ രണ്ടായിട്ട് ചീകി ഒന്ന് ജടയൊക്കെ കളഞ്ഞ് ഒന്ന് ഒതുക്കി കെട്ടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് അധികം ജട അങ്ങനത്തെ ഒന്നും പിടിക്കാറില്ല അധികം. മറ്റേ കുറച്ചുകൂടെ ലോങ് ഉണ്ടായിരുന്ന സമയത്ത്, ഒത്തിരി ലോങ് അല്ല എന്നാലും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എനിക്ക് മുടി. അതിപ്പം ഞാൻ വെട്ടിക്കളഞ്ഞു. എനിക്ക് താഴോട്ട് വന്ന് കഴിയുമ്പോൾ നൂല് പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് കാരണം വെട്ടിയതാണ്. അതുമല്ല ഭയങ്കര പൊഴിയലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ച കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. കുറേ റിസർച്ചൊക്കെ നടത്തി ഹെയറിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. എന്നാലും ഒന്ന് ട്രയൽ നടത്താമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് തലയിൽ പറ്റി. അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത വഴി കുറച്ച് താഴെ പോയതാണ്. എക്സ്പ്രഷനാണ് കാണുന്നത്. പിന്നെ ഞാനതൊന്ന് നന്നായിട്ട് തേച്ച് തലയിലൊന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ ഭയങ്കര ലേസി ആയിട്ടിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഒന്നാമത് പീരീഡ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ക്ഷീണമായിരുന്നു ഉള്ളത്. അപ്പം ഞാൻ ഓർത്തു ഒന്ന് റിഫ്രഷ് ആകാം, ഇല്ലെങ്കിൽ ഇരുന്നാൽ അങ്ങനെ ഇരുന്ന് പോവും. അപ്പം ഞാൻ ഓർത്തു എണ്ണയൊക്കെ
പുരട്ടി നല്ല രീതിയിലൊന്ന് കുളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എണ്ണ പുരട്ടിയത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊരു ഇൻസ്ട്രക്ഷൻ പേപ്പറുണ്ട്. ആ പേപ്പർ നോക്കിയപ്പം അതിൽ എണ്ണ തേച്ചിട്ട് ഒരു 30 മിനിറ്റോളം ഇരിക്കാനാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കരിഞ്ജീരകം നല്ലതാണ്, ഹെയറിനൊക്കെ നല്ലതാണ്, ഹെൽത്തിനും നല്ലതാണെന്നൊക്കെയാണ്, ബോഡിക്കൊക്കെ നല്ലതാണെന്നാണ് കണ്ടത്. എന്തായാലും നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ChatGPTയിലൊക്കെ ഒന്ന് റിസർച്ചൊക്കെ നടത്തി. അപ്പോൾ അവർ ഇങ്ങനെ പുരട്ടാനൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഡേയിൽ മൺഡേ പുരട്ടുക, ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്ത് പുരട്ടുക, പിന്നെ അടുത്ത ദിവസം പിന്നെ ഇടവിട്ട് പുരട്ടാനുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തിട്ട് പുരട്ടാൻ, അതേപോലെ പിന്നെ നെക്സ്റ്റ് ഡേ മറ്റേ അലോവേര ജെല്ലും ഇതും കൂടെ ചേർത്ത് പുരട്ടാൻ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ ഞാൻ തേച്ചു. അപ്പോൾ ഇനി 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ എന്തെങ്കിലും പണി വേണമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഓർത്തു എൻ്റെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഹെയറൊക്കെ ഫേസിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാമെന്ന് കരുതിയിട്ട് ഞാൻ മോയ്സ്ചറൈസർ പുരട്ടിയതിന് ശേഷം ഞാൻ റേസർ വെച്ചിട്ട് അത് കളയാമെന്ന് കരുതി. ഞാൻ എപ്പോഴും അങ്ങനെ കളയാറില്ല, ഒത്തിരി ആയി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ കളയാറുള്ളൂ എപ്പോഴും. അപ്പം ഞാൻ ഓർത്തു ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഫേസിലുള്ള എല്ലാം കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി ടൈം ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ ടേബിളൊക്കെ ഒന്ന് ഇതായിട്ട് കിടക്കുക. അപ്പം ടേബിളിൽ ഒക്കെ ഒന്ന് അടുക്കി വെക്കാം. ഞാൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ടേബിൾ അതേപോലെ ഇട്ടേച്ചാണ് മിക്കപ്പോഴും എഴുന്നേറ്റ് പോകുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇതൊക്കെ ഒന്ന് ചെയ്യാം. എനിക്ക് പ്ലാനറൊക്കെ ഉണ്ട്, പ്ലാനറിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പം അതെല്ലാം ചെയ്തിട്ട് ഞാനത് അതേപോലെ അവിടെ ഇടും. അപ്പം ഞാൻ ഓർത്തു എല്ലാം ഒന്ന് അടുക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഉള്ള ആ ടേബിളിലെ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി അതൊന്ന് സെറ്റ് ചെയ്യുമായിരുന്നു. ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബെഡ് 2-3 ദിവസമായതേ ഉള്ളൂ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്. 3 ദിവസമായില്ല, ഒരു ദിവസം 2 ദിവസമേ ആയുള്ളൂ. എന്നാലും കിടന്നിട്ട് എഴുന്നേറ്റിൻ്റെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ബെഡ് വലിച്ചില്ല. അപ്പം ഞാൻ ഓർത്തു അതെല്ലാം ഒന്ന് സെറ്റാക്കി ഇടാം. ഒത്തിരി ഒന്നും ഇല്ല, ജസ്റ്റ് ചുളിവൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി എൻ്റെ തലേണയൊക്കെ പില്ലോ ഒക്കെ പലയിടത്തായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വലിച്ച് ഇട്ടു. എന്നിട്ട് പിന്നെ നിലത്ത് കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി തൂത്ത് വാരാമെന്ന് വിചാരിച്ചു. ഒത്തിരി പൊടികളായിട്ടില്ല, ഈ മുടിയൊക്കെ മുടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അതൊന്ന് ക്ലീൻ ചെയ്യാൻ കരുതി എല്ലായിടവും ഒന്ന് തൂത്തുവാരി, കട്ടിലിൻ്റെ അടിയിലും എല്ലാം ഒന്ന് തൂത്തുവാരി. തൂത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ വളരെ പെട്ടെന്നാണ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് ഞാൻ തൂത്തത് പെട്ടെന്ന് വാരിക്കളഞ്ഞതിന് ശേഷം ഓടിപ്പോയി ഞാൻ കുളിച്ചു. തലയൊക്കെ ഒന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് കുളിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒത്തിരി ടൈം എടുത്ത് കുളിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് കുളിച്ചു. അപ്പം ഹെയറൊക്കെ ഒന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് വന്നിട്ടൊന്ന് കൂതി. പെട്ടെന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടിയിരുന്നു. കാരണം പപ്പയുടെ കാലിൽ ഒരു ചെറിയൊരു മുറിവുണ്ട്, അപ്പോൾ അതൊന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പപ്പ പറഞ്ഞു പോകാം എന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് തലയൊക്കെ ഒന്ന് തോർത്തി സ്കിൻ കെയറൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. മോയ്സ്ചറൈസറും പിന്നെ ഒത്തിരി ഒന്നുമില്ല, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു. അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല. അതൊക്കെ ചെയ്ത് പിന്നെ മുടി കെട്ടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കോതിയിട്ട് ക്ലിപ്പിട്ട് ബാക്കിലോട്ട് കെട്ടുകയാണ് ചെയ്തത്. സൺസ്ക്രീന് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഞാൻ പോയിട്ട് നല്ല ടയേർഡായി, എൻ്റെ ഫേസൊക്കെ ഭയങ്കര സ്വെറ്റ് ആകുമായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾ പുറത്ത് പോകുമ്പം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കാരണം അമ്മാതിരി വെയിലാണ് പുറത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, കയ്യിലുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ആ ലിപ്സ്റ്റിക് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് മുടിയൊക്കെ കോതിയിട്ട് ഞാൻ പുറത്ത് പോകുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ റെഡിയായിട്ട് താഴെ വന്നിരുന്നു. റെഡിയാക്കാൻ മാത്രമൊന്നുമില്ല, ഒന്ന് സെറ്റായിട്ട് താഴെ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. അപ്പം വണ്ടി ഓടിക്കാൻ വേറൊരു അങ്കിൾ വരും, ആ അങ്കിൾ ഓൾറെഡി വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയെടുത്ത് പോയി. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അടുത്തായിട്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിലാണ് നമ്മളിത് അവിടെ തന്നെ ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സിവിൽ സർജൻ ഉണ്ട്. അപ്പം
ഡോക്ടറാണത് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഡോക്ടറിന് ആളുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിനെ കാണാനായിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ഒത്തിരി ആളായിട്ട് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു ഇന്ന്. പക്ഷെ ചില ദിവസങ്ങളിൽ ഭയങ്കര ആളാണ്, നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഡോക്ടറിനെ കണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ 2 മരുന്നുണ്ടായിരുന്നു, അതും മേടിച്ചിട്ട് തിരിച്ച് വന്ന് അവിടെ നിന്നൊരു പരിപ്പ് വട ഞാൻ കഴിച്ചു. അപ്പോൾ അവർ ചായ കുടിച്ചു. എനിക്കപ്പം ആ സമയമായതുകൊണ്ട് ചായ വേണ്ടായിരുന്നു. ഒരു 11:30 12 ആയിരുന്നു. പിന്നെ ഞാൻ ഒരു കരിക്ക് നല്ലത് കുടിച്ചു. എൻ്റെ മോനെ നല്ല കരിക്കായിരുന്നു, നല്ല മധുരമുള്ള നല്ല തണുത്ത വെള്ളമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഒന്നാമത് വെയിലായിരുന്നു, നല്ല സ്വെറ്റ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ അത് കാരണം കരിക്കൊക്കെ കുടിച്ച് സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് മരുന്ന് മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നടന്നത്. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇളകിക്കൈ വന്നു. അപ്പോൾ പിന്നെ അത് നന്നാക്കാൻ പോകേണ്ട ആവശ്യം വന്ന കാരണം എൻ്റെ കസിൻ്റെ ഫോൺ ഓഫായിപ്പോയി, വർക്ക് ഓൺ ആവുന്നില്ല. പിന്നെ ഞങ്ങൾ 2 പേരൂടെ പോയി ഫോൺ നന്നാക്കാൻ കൊടുത്തു. പോയ വഴി എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കണ്ടു, ബി.എഡിന് പഠിച്ച അവളെയും കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് മടങ്ങി. അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യുക. മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.